ഇനി നീ വിട്ടോ, എന്നാലേ ഒറിജിനൽ ആനയാണെന്ന് അറിയുന്നുള്ളൂ. ശരിയാ. മിഡിൽ ക്ലാസ് ഫാമിലി ഹരിപ്പാടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന സ്ഥലം ആനത്താവളമാണ്. കൊല്ലം ജില്ലയിലാണ് ഈ ആനത്താവളം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ആന മാത്രമല്ല കേട്ടോ, ഒത്തിരി മൃഗങ്ങളൊക്കെ ഉണ്ട്. അതായത് ഒട്ടകപ്പക്ഷി, അതുപോലെ വേറെ ആനകൾ, പിന്നെ ആന സഫാരി, ഒട്ടകത്തിൻ്റെ മുകളിൽ നിന്നുള്ള സഫാരി, അതുപോലെ തന്നെ കുറേ പക്ഷികൾ നമ്മളുടെ ദേഹത്തൊക്കെ കയറിയിരിക്കാൻ വേണ്ടി, അതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറേ നമുക്ക് കാണാനായിട്ട് ഒത്തിരി കാഴ്ചകളുണ്ട്. ഞാൻ എന്തായാലും കുറച്ച് വീഡിയോ നിങ്ങൾക്കായിട്ട് എടുത്തിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ട് എടുക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല, അതുകൊണ്ട് കുറച്ച് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ട്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടൊക്കെ ചെയ്യണേ. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി തരികയും കൂടാതെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാനും മറക്കല്ലേ. ഫസ്റ്റ് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്ന ഒരു ആന അത് ഈ നിൽക്കുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആന കേട്ടോ. ആദ്യം ഒരു ഭയമൊക്കെ തോന്നിയെങ്കിലും പിന്നെ അതിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. ഇപ്പോൾ എന്താ അവിടെ നിന്ന് നമുക്ക് ഇതിന് കഴിക്കാനൊക്കെ വാങ്ങിച്ച് കൊടുക്കാനുള്ളൊരിതൊക്കെ ഉണ്ട്. 50 രൂപയാണ് ഇത് കൊടുക്കുന്നതിൻ്റെ ഫീസ്. പിന്നെ ഇതവിടെ കയറുന്നത് നമുക്ക് ഒരാൾക്ക് 100 രൂപ വെച്ചാണ് ടിക്കറ്റ് ചാർജ്. നമുക്കവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ചെയ്യാം. കൊച്ചു കുട്ടികളടക്കം ഇതിന് ഫുഡ് കൊടുക്കുന്നതും ഇതിൻ്റെ മുകളിൽ കയറി സഫാരി ചെയ്യുന്നതുമായിട്ടുള്ള ഒത്തിരി കാഴ്ചകൾ നമുക്കിതിൽ കാണാൻ കഴിയും. നമുക്കിത് ഇങ്ങനെ നിന്ന് ഫോട്ടോ എടുക്കുന്നതിനൊന്നും എക്സ്ട്രാ പൈസയും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഇതിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാം, അതേപോലെ തന്നെ ചാരി നിൽക്കാം. ഇതാ ഇവിടുത്തെ ഒരു കൊമ്പനെ കണ്ടോ, ഇവൻ മതപ്പാടിലാണ്, അതുകൊണ്ട് ഇവൻ്റെ അടുത്തോട്ട് നമ്മളെ അധികം ആരും കയറ്റി വിടത്തില്ല കേട്ടോ. പിന്നെ ഇവിടെ വേറൊരു കൊമ്പനോടെ നിൽപ്പുണ്ട്. അവനോടെ ചെന്നപ്പോഴത്തേക്ക് കുളിക്കുന്ന സമയമായിരുന്നു, അതുകൊണ്ട് പുള്ളിയെ കുളിപ്പിക്കുന്ന പരിപാടിയും കാര്യങ്ങളൊക്കെ കണ്ടു. ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഒട്ടകം നിൽപ്പുണ്ടായിരുന്നു. ഒട്ടകത്തിൻ്റെ നമുക്കാണ് വീഡിയോ ഞാൻ ഇതിൻ്റെ അകത്തല്ലാതെ കൊടുത്തിട്ടുണ്ട്. അപ്പം മതപ്പാടിലുള്ള ആന ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതുവഴി അകത്തോട്ട് കയറി ചെല്ലാനുള്ള അനുമതിയില്ല. അതായത് ഇവിടെ കയറ് കെട്ടി ഇവർ തിരിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പം കുറച്ച് നേരം ഇവൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിന്നു. ഞങ്ങൾ ആദ്യം ചെന്നപ്പോൾ സൈലൻ്റ് ആയിരുന്നാലും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആളിച്ചിട്ട് ഡേഞ്ചറായി. ഇവിടുത്തെ മൊത്തം പക്ഷികളുടെ കുറേ സംഭവങ്ങളൊക്കെയാണ്. ഇത് കഴിയുമ്പോൾ ഇവിടെ അങ്ങേയറ്റം ചെല്ലുമ്പോൾ ഒട്ടകപ്പക്ഷിയുടെ ഒരിതും പിന്നെ പാമ്പും കാര്യങ്ങളുമൊക്കെയുള്ള വേറൊരു സെക്ഷനും ഉണ്ട്. അങ്ങോട്ടൊന്നും ഞങ്ങൾ വീഡിയോ എടുക്കാനായിട്ട് നിന്നില്ല. അത് കഴിഞ്ഞ് നേരെ ചെന്ന് ഒട്ടകപ്പക്ഷിയും കാര്യങ്ങളെയൊക്കെ കണ്ട് കഴിഞ്ഞിട്ട് നേരെ ചെന്നത് ഞങ്ങൾ ഒരു മറ്റേ കിളികളുടെ ഒരു സെക്ഷനിലേക്കാണ് കേട്ടോ. കിളികളുടെ സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തീറ്റയൊക്കെ കൊടുത്തിട്ട് ദേഹത്തൊക്കെ കയറിയിരിക്കുന്ന സൈസ് കിളികളുടെ അത് ഭയങ്കര രസമായിരുന്നു. ഭയങ്കര രസമെന്ന് വെച്ചാൽ അത് നിങ്ങൾ കണ്ടറിഞ്ഞാൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. ഇവന്മാർ പക്ക വില്ലന്മാരാണ് കേട്ടോ. ഇവന്മാർ നേരെ ഇതിൻ്റെ അകത്തൂടെ തലയിട്ടിട്ട്, ഞാൻ വീഡിയോ ഈ ചെറിയ ഹോളിൽ കൂടെ ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത്, നേരെ ഇതിൻ്റെ ഫോണിലിട്ട് 2 കടി. ഒന്നും ചെയ്യില്ല എന്ന് പറയുമെങ്കിൽ ഇത് വന്നിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര വേദന കേട്ടോ. അങ്ങനെ വീരശൂര പരാക്രമിയായ ദേവി വേദന കൊണ്ട് പൊളയുമായിരുന്നു അവിടെ കിടന്നത്. കൈ വന്നിരുന്നിട്ട് ഇത് ഇങ്ങനെ കത്തി എടുക്കുമ്പോഴത്തേക്ക് നല്ല പെയിനുണ്ട്. അത്യാവശ്യം ചെറിയ മുറിവുകൾ വരും. അപ്പോൾ കൊച്ചു കുട്ടികളെയൊക്കെ കയറ്റുന്നുണ്ടെങ്കിൽ കയറുന്നവർക്ക് കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും കയ്യിൽ ടർക്കിയോ അല്ലെ ഫുൾ കൈ ആയിട്ടുള്ള തുണിയൊക്കെ ഇട്ടിട്ട് കയറുവാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ നമ്മുടെ കയ്യിലല്ലാതിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ കൈ ചെറിയ മുറിവുകൾ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. വിളിക്കാതൊന്നുമില്ല, അത് തിന്നു ചെയ്താൽ വരത്തില്ലത്. 100 രൂപയുടെ മുതല ശരിക്കും കൊത്തിയിട്ട് ഇറങ്ങിയാൽ മതി. ഇതിന് നമ്മൾ 100 രൂപയാണ് അവിടെ എക്സ്ട്രാ ടിക്കറ്റ് കേട്ടോ. ഇതിൻ്റെ അകത്ത് 100 രൂപ അടച്ചിട്ട് ഇതിൻ്റെ അകത്ത് കയറി നമുക്കാണെങ്കിൽ ഈ കിളികളുടെ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. പക്ഷേ അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളി കേട്ടോ.
നമുക്ക് എൻ്റെ അഭിപ്രായം ഞാൻ പേഴ്സണലായിട്ട് പറഞ്ഞത് ഇവിടെ ഫുൾ കൈയായിട്ടുള്ളൊരു തുണിയിട്ടുകൊണ്ട് വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം അത് വന്നിരിക്കുന്ന ഭാഗങ്ങളിലെല്ലാം ചെറിയ ചെറിയ ചുമപ്പും തൊലി പോവുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനൊരു സിറ്റുവേഷൻ അതിൻ്റെ അകത്ത് ഉണ്ട്. പിന്നെ ഇതിൽ തന്നെ 2 കിളികളുണ്ട്, പച്ച കിളികളും അതുപോലെ തന്നെ യെല്ലോ കിളികളും. അപ്പോൾ ഇവർ ഈ പച്ച കിളികൾ നമ്മുടെ കൈകളിൽ വന്നിരിക്കുന്ന സമയങ്ങളിൽ യെല്ലോ കിളികൾ വന്നിരിക്കത്തില്ല. അവരത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവരെ ഓടിച്ച് കളഞ്ഞതിന് ശേഷം ഇരിക്കുന്നത്. കാരണം ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്താണെന്നാണ് ഇവർ പറയുന്നത്. ആ വേണം വേണം വലുതിനേം വേണം. ആഹാ എല്ലോയോ? ഞാൻ വെച്ച് വലുതിനെ വേണ്ടായോ? അപ്പൊ നമ്മളെ ചാനലിൽ ഈ ഒരു അവസ്ഥ വൻ ശോകമായി കാണുന്ന എല്ലാരും മിഡിൽ ക്ലാസ് ഫാമിലി ഹരിപ്പാട്. ഇത് തലയിട്ട് ഇപ്പൊ ഇവൻ്റെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ഫോണിൽ വീഡിയോ എടുക്കുന്ന പുള്ളിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പുള്ളി നേരെ ഇതിൻ്റെ അകത്തോടെ ചാടി വന്നിട്ട് എൻ്റെ ഫോണായിട്ട് കടിക്കുകയാണ് ചെയ്യുന്നൊരു പരിപാടി. 2-3 വട്ടം കടിച്ചെൻ്റെ ഫോണൊന്ന് താഴെ വീഴുകയും ചെയ്തു. ഇടോ ഇതിന്റെ ഇടയിൽ കൂടെ വന്ന് എന്റെ ഫോൺ കടിച്ചു പറിക്കുന്നത് ഇവനാണ്. തലയിട്ട് വെളി വരുന്നുണ്ടോ? പറയടാ. ഹലോ 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 ഫോൺ ഓഫായി പോയല്ല. പച്ചയാള് വല്ല നേട്ടാ. ഇതെന്താ ഇതെന്താ? ദേവി ദേവി ഈ വീഡിയോ നടക്കാം. എന്റെ ഫോണിൽ കൊത്താൻ വരുന്നേ. ഇല്ല കുഴപ്പമില്ല. ഈ ഫോൺ എടുക്കാൻ. പിന്നെ നമ്മൾ വീണ്ടും ഇദ്ദേഹത്തിൻ്റെ അടുത്തോട്ട് എത്തി കേട്ടോ. പുള്ളിക്കാർ ഇവിടെ ഫ്രീ ആയിട്ട് നിൽക്കുക. കാല് ചങ്ങലയോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഇവിടെ ഇരിക്കുന്ന അറ്റ്മോസ്ഫിയറും അതുപോലെ തന്നെ അടിപൊളിയാണ് കേട്ടോ. ഒത്തിരി വെറൈറ്റി രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക്, പിന്നെ വലിയവർക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ടും ഭയങ്കര ക്യാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലവും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടെ നമുക്ക് സ്ഥലം സെറ്റ് ചെയ്തേക്കുന്നത്. അവിടെ കിടക്കുന്ന കൊച്ചുപിള്ളേർ ഊഞ്ഞാലിരുന്ന് ആടുന്ന ദേവിയും പിന്നെ ഇതാണ്ട് ഒട്ടകത്തിൻ്റെ ഇതുണ്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ നിൽക്കുന്ന ഞാൻ പറഞ്ഞില്ലേ അത് കുറച്ച് മുമ്പ് തന്നെ ഇവിടെ മതവിളകി നിൽക്കുന്ന ഒരാനയാണിത്. മതപ്പാട് കണ്ടിട്ടിരിക്കുന്ന ആനയാണ്. അവർ കയറൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ മുമ്പേ ഞാൻ പറഞ്ഞ സ്ഥലമാണിത്. ഇപ്പോൾ ഇതിൻ്റെ തൊട്ട് പുറകിൽ ഒട്ടകം നിൽപ്പുണ്ട്. ഈ ഒട്ടകത്തിനെ ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, ഇവിടാണ് ഒട്ടകം നിൽക്കുന്നത്. ഒട്ടകം നമ്മൾ കുറച്ച് മുമ്പ് കണ്ട ആനയുമാണ് നിൽക്കുന്നത് കേട്ടോ. അതാണെങ്കിൽ ശരിക്കും അതിന് ഫുഡ് കൊടുക്കാനായിട്ട് കൊണ്ടുവന്നതാണ്. അതിന് ചോറ് കൊടുക്കാൻ കൊണ്ടുവന്ന ടൈമാണ്. അപ്പം അവർ ചോറിന് ഉള്ള ചരുവത്തിലുള്ള വലിയ ചോറൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഒട്ടകവും നിൽപ്പുണ്ട്. ഞങ്ങൾ ചെന്നപ്പം ഒട്ടകത്തിൻ്റെ പുറത്ത് കയറിയുള്ള സഫാരിക്കുള്ള ചാൻസ് നഷ്ടമായിപ്പോയി. അതിനെ ഓടിക്കുന്ന ആൾ, ഇതിനെ കയറ്റി റൈഡിന് കൊണ്ടുപോകുന്ന ആൾ വന്നിട്ടില്ലായിരുന്നു. അത് കാരണം ഞങ്ങൾക്ക് ആ ഒരു ചാൻസ് ഇവിടെ നഷ്ടമായിപ്പോയി കേട്ടോ. പിന്നെ ആനപ്പുറത്ത് കയറിയെന്ന് വെച്ചാൽ ആനപ്പുറത്തും കയറി എല്ലാം സെറ്റായിട്ടാണ് ഞങ്ങൾ അവിടെ തിരിച്ചു വന്നത്.
എന്തായാലും ഒരു അടിപൊളി വരവെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ വന്ന് കണ്ടിട്ട് പോകാൻ പറ്റിയ അടിപൊളിയാണ്. പിന്നെ ഇവിടെ ഫുഡ് ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. വലിയ റേറ്റും കാര്യങ്ങളൊന്നുമില്ല, പൊതുവായിട്ടുള്ള റേറ്റും കാര്യങ്ങളും ഒക്കെ വെച്ച് തന്നെ ഇവർക്ക് അവിടെ ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ഒരു ചെറിയ റെസ്റ്റോറൻറ്റും കാര്യങ്ങളും ഒക്കെയുണ്ട്. എന്തായാലും ഒരു വളരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തുള്ള ആലപ്പുഴ ബീച്ചും കാര്യങ്ങളും മാത്രമായിരുന്നു ഇങ്ങനെ എവിടെയെങ്കിലും ഒരു ഇതായിട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പം അതേപോലെ ഒരു സ്ഥലമാണ് ഈ കൊല്ലത്ത് വന്നിരിക്കുന്നത്. വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര സൈലൻ്റായിട്ട് നമുക്ക് ഭയങ്കര മനസ്സിന് ഒരു ആശ്വാസം കിട്ടുന്ന രീതിയിൽ പോയിരിക്കാനും, അതേപോലെ ഈ ആനിമൽസിൻ്റെ കൂടെ ഇതാണെങ്കിൽ അങ്ങനെ കുട്ടികളുമായിട്ട് പാർക്കിൽ പോകണേ പാർക്ക്, ഇതെല്ലാം ഈ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒരു വട്ടം ഈ സ്ഥലത്ത് പോയി നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി മനസ്സിലാവും. മാക്സിമം എല്ലാവരും ചെല്ലുക, കാരണം ഇത്രയും നല്ലൊരു സ്പോട്ട് നമ്മൾ ഈ തമിഴ്നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുന്നത്. എല്ലാവരും മാക്സിമം ഈ ഒരു അവസരം ഉപയോഗിക്കുക.